പ്രിയ ഡിയൻസ് കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇളകി മറിയുകയാണ്. അർജന്റീനയെ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം സ്പെയിൻ ടീമിൻ്റെയും ആരാധകരുടെയും വിജയരങ്ങൾക്കു അർജന്റീനയുടെ കൈകളുയർത്തി ഗാലറിയിലേക്കു നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിൻ്റെ അരികിലൂടെ ഒരാൾ ഓടുമ്പോൾ ഡി അംഗം ഇക്കഴിഞ്ഞ ജൂലൈ 12 24-ാം പിറന്നാൾ ആഘോഷിച്ചവൻ മകനെ എന്ന വിളിയുടെയുമായി ഗാലറിയിൽ നിന്നും ഒരു കൈകളും നീട്ടി നിന്നില്ല. മരിയ ആർത്തർ എന്ന അവൻ്റെ അമ്മയെ കണ്ടെത്തും. നിറഞ്ഞ മിഴികളോടെ നീക്കോ തൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി ചുറ്റും പൊതിഞ്ഞ ചാനലുകളോടും പറഞ്ഞു, കളിക്കളത്തിൽ എനിക്ക് വളരെ വേഗം ഓടാൻ കഴിയും. എന്നാൽ എനിക്ക് എൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായ ആഫ്രിക്കയിലെ ഘാനയിൽ നിന്ന് അരക്ഷപ്പെട്ട് സഹാറ മരുഭൂമി തണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. എന്തെന്നാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡലിന് എന്നാകുളും അർത്ഥം. പ്രിയ കൂട്ടുകാരെ, പ്രിയ കൂട്ടുകാരെ, അർഹത. പ്രിയ കൂട്ടുകാരെ, ലോകം കൊതിത്തിരിച്ചു നിന്ന അനുപമ നിമിഷമാണിത്. നീക്കോ പറഞ്ഞത് സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്കു മുമ്പ് ആഫ്രിക്കയിലെ ഘാനയിൽ നിന്നും വില്യംസിൻ്റെയും മരിയ ആർത്തറിൻ്റെയും മകളാണ് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ ഇനാക്കി വില്യംസ്, നിക്കോ വില്യംസ്. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഘാനയിൽ നിന്ന് സഹമരുളി വഴി സ്പെയിനിലെത്താനും ഉള്ള ഭൂമിമാപിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 വരെ 5000 മുതൽ 6000 കിലോമീറ്റർ ദൂരമാണ്
ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസങ്ങൾ നിർത്താതെ നടക്കണം ഈ ദൂരം പൂർത്തിയാവാൻ. ഒരുപക്ഷെ അവർ ഗാനയിൽ നിന്നും അൾജീരിയയിലൂടെ സഹാറ കടന്ന് ഒറാനിൽ നിന്ന് കൽപ്പന കയറി അലിക്കാന്റെ തീരത്തിറങ്ങി ആഗോസ്റ്റിലൂടെ സ്പെയിനിലെത്തിയുടെ ഉണ്ടാകും. അല്ലെങ്കിൽ വൈസ് വഴി നടന്ന് മൈക്കോക്കോ കടന്ന് ജിംബ്രാൾട്ടർ കടലിടുക്കിലൂടെ സ്പെയിനിലെത്തിയുടെ ഉണ്ടാകും. കൂട്ടുകാരെ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മാതാപിതാക്കൾ നടന്നു തീർന്ന ഇന്നലെ ജീവിതത്തിൽ നിരവധി മരുഭൂമിയാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്. തീർച്ച ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ പലപ്പോഴും 60 ഡിഗ്രി ചൂട്, ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ കൊടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേരുന്ന കാൽനടയായി ചെന്നു താബയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുമാണ്. കടമ്പാടുകളുടെയും രോഗങ്ങളുടെയും പരാജയതയുടെയും ജീവിത ബന്ധനങ്ങളുമാണ് ജീവിതത്തിന്റെ സഹാറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിന്റെ തേനരുവിളികളും സത്യസന്ധതയുടെ വെൺമേഘത്തണലും വിശ്വസ്തതയും ഋണയും അവർ നമുക്കായി താണ്ടിയ സഹാറകളുടെ ദൂരമറിയണം. അപ്പോൾ തൻ്റെ പൊന്നായ അമ്മയോളം വരില്ല ഈ പൊന്നിൻ്റെ മെഡൽ എന്നു തിരിച്ചറിഞ്ഞ നിക്കോയെപ്പോലെ നമ്മുടെയും കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരപരിശ്രമത്തിൻ്റെയും വേർപ്പുതുള്ളികളും പതിച്ച ജീവന് തനിക്കംഗം കൊണ്ടത്തെ ഹൃദയത്തിൽ
പരിശീലിപ്പിച്ച എൻ്റെ തങ്കമ്മ, സ്നേഹശ്വാസം സകലോടെ കഴിഞ്ഞു.